ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മുടെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് അല്ലേ. ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കൂട്ടുകാർ സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത കൂട്ടുകാരുണ്ടല്ലോ, അസുഖമായിട്ടും പല കാരണങ്ങളെ കൊണ്ടും വീട്ടിലിരിക്കുന്ന കുട്ടികൾ ഇത് ക്ലാസ് ഒന്നോ രണ്ടോ പ്രാവശ്യം, ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം എന്തായാലും കാണണം, എന്നാലേ കുട്ടികൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ ഇതിൽ എഴുതാൻ തരുന്നത് വൃത്തിയായിട്ട് എഴുതി പഠിക്കുക, എന്നാലാണ് നമുക്ക് എല്ലാം മറ്റ് കുട്ടികളെ കൂട്ടത്തിൽ പഠിച്ചെത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠം പഠിച്ചു അല്ലേ. പാഠത്തിൽ ആദ്യം എന്തായിരുന്നു പഠിച്ച്? നമ്മളെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ഹോം ഹോം ടൂട്ട് ടൂട്ട്. അപ്പം നമ്മൾ അതിൽ ബസ്സും റോഡും പല കാര്യങ്ങൾ, ബസ്സിൻ്റെ കളേഴ്സ് ഇതൊക്കെ പഠിച്ചു അല്ലേ. എന്താ നമ്മൾ പഠിച്ചത്? ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്, ദ ബസ് ഈസ് ബിഗ്. ഇതാണ് നമ്മൾ പഠിച്ചത്. അതായത് നമ്മുടെ ബസ് ബിഗാണ്, ബിഗും സ്മോളും പഠിച്ചു. ദെൻ ബസ്സിൻ്റെ കളർ എന്തായിരുന്നു? വാട്ട് ഇസ് ദ കളർ ഓഫ് ദ ബസ്? ബ്ലൂ, എ ബ്ലൂ ബസ്. ഓക്കെ. ഇനി നമ്മളെ പാഠത്തിലെ അടുത്ത പേജ്, അതായത് പേജ് നമ്പർ 9. പേജ് നമ്പർ 9 ആണ്. കൂട്ടുകാർ പുസ്തകം എടുത്ത് വെച്ചേ. എന്നിട്ട് നമ്മൾ 9 നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. കൂട്ടുകാരെ ചിത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എന്തെല്ലാം കാണുന്നുണ്ട്? വാട്ട് ഈസ് ദിസ്? കാർ. ഓക്കെ, ഒരു കാറ് കാണുന്നുണ്ട് അല്ലേ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? റെഡ്. യെസ്. എന്താണ് വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? എന്താണ് കാറിൻ്റെ നിറം? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? റെഡ്. റെഡ്. വെരി ഗുഡ്. അപ്പം നമ്മുടെ കാറിൻ്റെ കളറ് റെഡാണ്. അപ്പം നമ്മൾ ഈ കാറ് റെഡാണെന്ന് എങ്ങനെ പറയും? ഈ കാർ റെഡ് കാറാണ്, അല്ലെങ്കിൽ എന്നൊക്കെ പറയും. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്ക്. ഇതൊരു കാറാണെന്ന് എങ്ങനെ പറയും? നമ്മൾ തൊട്ട് മുന്നേ ബസ്സാണെന്ന് എങ്ങനെ പഠിച്ചു? ദിസ് ഈസ് എ ബസ്. അപ്പം ഈ കാറാണെന്ന് എങ്ങനെ പറയും? ദിസ് ഈസ് എ കാർ. വെരി ഗുഡ്. അപ്പോൾ വാട്ട് ഈസ് ദിസ്? ഇതെന്താന്ന് ചോദിച്ചാൽ ദിസ് ഈസ് എ കാർ. ദിസ് ഈസ് എ കാർ. ഒരു കാറുള്ളൂ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അല്ലേ. ഇനി നമ്മൾ തൊട്ട് മുന്നേ എന്ത് പഠിച്ചു? എ ബ്ലൂ ബസ് എന്ന് പഠിച്ചു. അപ്പോൾ ഈ കാറിനെ നമ്മൾ എങ്ങനെ പറയും? ബ്ലൂ ബസ് എന്ന് പറഞ്ഞ പോലെ കാറിനെ എങ്ങനെ പറയും? കാർ. എ കളർ എന്താണ്? റെഡ്. എ റെഡ് കാർ. എങ്ങനെ പറയും? എ റെഡ് കാർ. വാട്ട്സ് ദ കളർ ഓഫ് ദ കാർ? എ റെഡ് കാർ. എ റെഡ് കാർ. അപ്പം നമ്മൾ കളർ ഓഫ് ദ കാർ എന്താണ്? റെഡ്. നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചർ. ഈസ് ദ കാർ ഈസ് ബിഗ് ഓർ സ്മോൾ? കാർ ബിഗ് ആണോ സ്മോൾ ആണോ? സ്മോൾ. അപ്പോൾ നമ്മൾ ബുക്കിൽ നോക്ക്. ദ കാർ ഈസ് സ്മോൾ. എന്താണ്? ദ കാർ ഈസ് സ്മോൾ. അപ്പോൾ ബിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലുത്. അപ്പോൾ കാറായിരുന്നോ ബസ്സായിരുന്നോ ബിഗ്? ബസ്. യെസ്. അപ്പോൾ ചെറുത് എന്നുള്ളതിന് എന്താ പറയുക? സ്മോൾ. അപ്പോൾ ബിഗും സ്മോളും നമ്മൾ പഠിച്ചു അല്ലേ. വലുതിന് ബിഗ് എന്ന് പറയും, ചെറുതിന് സ്മോൾ എന്ന് പറയും. അപ്പം എന്താണ് വലുതിന്? ബിഗ്. ചെറുതിനോ? സ്മോൾ. ഇനി കൂട്ടുകാർ ഇതിലേതാണ് ബിഗ്? ഒന്ന് തൊട്ട് കാണിച്ചേ. ഏതാണ്? മുകളിലുള്ളതാണ് ബിഗ്. സ്മോളോ? താഴെയുള്ളത് സ്മോള്. ബിഗും സ്മോളും നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? എന്തായിരുന്നു കാറിൻ്റെ കളറ്? എന്തായിരുന്നു? റെഡ്. അപ്പം അതാണ് എഴുതിയിട്ടുള്ളത്, RED, റെഡ്. അപ്പം നമ്മൾ ഈ പാഠത്തിൽ 2 കളേഴ്സ് പഠിച്ചു അല്ലേ.
ഏതൊക്കെയാ പഠിച്ചത്? blue, ബ്ലൂ, red, റെഡ്. ബ്ലൂവും റെഡും ആണ് നമ്മൾ പഠിച്ചത്. ഇനി കൂട്ടുകാർ അടുത്ത പേജ് എടുത്ത് പേജ് നമ്പർ 10. ടേക്ക് ദ പേജ് നമ്പർ 10. ഓക്കെ, എടുത്തല്ലേ? അപ്പോൾ ലുക്ക് അറ്റ് ദ പിക്ചർ. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ആ ചിത്രങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. എന്തൊക്കെ കാണും? What are you see? എന്തൊക്കെ കാണുന്നുണ്ട്? ബസ്. police angle, യെസ്, പോലീസാണ് അത്. ട്രാഫിc പോലീസ്. ഓക്കെ, traffic, നെക്സ്റ്റ് hill, ഹില്ല്. നെക്സ്റ്റ് grass, എ ബസ്, ഗ്രാസ്, ഹിൽ. traffic police, ട്രാഫിക് പോലീസ്. road, റോഡ്. ഓക്കെ, വെരി ഗുഡ്. Where is the bus going? Where is the bus going? on the road, ബസ് എന്തിലൂടെയാണ് പോകുന്നത്? on the road, എവിടേക്കാണ് ബസ് പോകുന്നത് എന്നറിയോ? ഇല്ല bus അല്ലേ? stop, നമുക്ക് നോക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഇസ് ദ കളർ ഓഫ് ദ ബസ്? blue, വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? this is a blue ദിസ് ഈസ് എ bus, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ബസ്. പിന്നെ വാട്ട്സ് ദ കളർ ഓഫ് ദ ബസ്? blue, അപ്പം നമ്മൾ എങ്ങനെ പറയൂ ഇത് നീല ബസ്സാണെന്ന് എങ്ങനെ പറയും? yeah, ദിസ് ഈസ് this is a blue bus, ദിസ് ഈസ് എ blue ബ്ലൂ ബസ്. ഇപ്പോൾ കൂട്ടുകാരും പറഞ്ഞു നോക്കൂ. ഇപ്പം പറയുന്ന കുട്ടിയുണ്ടല്ലോ, അത് 1ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. അവനെ കൊണ്ട് നിങ്ങളും പറയുന്നത് ശരിയാണെന്ന് നോക്കണേ. അപ്പം നമ്മൾ ലുക്ക് അറ്റ് ദ ബസ്. ഈ ബസ് എന്തോ പറയുന്നുണ്ട് അല്ലേ? എന്താണ് പറയുന്നത്? ഐ ആം എ ബസ്. ആം എ ബസ്. ഹോങ് ഹോങ് ബസ്. എന്താ പറഞ്ഞ? ഐ ആം എ ബസ്. ഐ ആം എ ബസ്. ഹോങ് ഹോങ് ബസ്. സേ I am a bus, home bus, look at this 2 line. I am a ബസ്. ഐ ആം എ ബസ്. ഹോങ് ഹോങ് ബസ്. അപ്പോൾ കൂട്ടുകാർ വിരൽ വെച്ചിട്ട് വേണം 3 ലൈനും വായിക്കാൻ. നമുക്കൊന്നും കൂടെ വായിച്ചു നോക്കാം അല്ലേ? ഫസ്റ്റ് ലൈൻ എന്താണ്? ഐ ആം a ബസ്. bus, നെക്സ്റ്റ് ലൈൻ home, ഐ I ആം am എ a ബസ്. bus, ഹോങ് home, ഹോങ് ബസ്. കൂട്ടുകാരൊന്ന് പാടി നോക്കിയേ. I am a bus, I am a bus. home bus, വെരി ഗുഡ്. ഒന്നും കൂടെ. I am a bus, I am a bus. home ബസ്. ഓക്കെ, അപ്പോൾ ബസ് നമ്മളോട് പറയണം ഐ ആം എ ബസ്. ഞാനൊരു ബസ്സാകുന്നു. വീണ്ടും പറയണം ഐ ആം എ ബസ്. ഞാനൊരു ബസ്സാകുന്നു. ഹോങ് ഹോങ് ബസ്. അപ്പം എന്താ പറഞ്ഞത്? ഹോൺ അടിച്ച് പോകുന്ന ഹോങ് ഹോങ് ബസ്സാണ് എന്ന് പറയാണ്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. പിന്നെ എന്താ എഴുതിയിട്ടുള്ളത്? ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ഈ ബ്ലൂ ബസ് ഏതിലൂടെയാണ് പോകുന്നത്? road, ഓൺ ദ റോഡ്. റോഡിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. വേർ ഈസ് ദ ബസ് ഗോയിങ്? വേർ ഈസ് ദ ബസ് ഗോയിങ്? on the road, ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. അപ്പം എല്ലാ മക്കളും ഈ പേജ് നന്നായിട്ട് വായിക്കുക. നോക്കൂ, ചിത്രത്തിലൊരു ഹോണ് മാത്രമേ കാണുന്നുള്ളൂ. വേറെ എന്തൊക്കെയാണ് കാണുന്നുണ്ട്?
ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ബസ്സിന് ഹോണ് മാത്രമേ ഉള്ളൂ? ബസ്സിന് വേറെ എന്തൊക്കെയുണ്ട്? Wheel. വീലുണ്ട് അല്ലേ, അതായത് ചക്രമുണ്ട്. പിന്നെയോ ബസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? Light. ആ, ലൈറ്റ് ഉണ്ട്. ദ നെക്സ്റ്റ് Seat. സീറ്റ് ഉണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ്. ഓക്കെ, നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. നമുക്ക് ആ സോങ് ഒന്നും കൂടെ പാടി നോക്കാം. ബസ്സിൻ്റെ സോങ് ഒന്നും കൂടെ പാടിക്കേ. I am a bus. I am a bus. I hum bus.